ബാലരാമപുരം കൊലപാതകത്തിൽ കുഞ്ഞിനെ എന്തിനു കൊന്നുവെന്ന് വിശദീകരിക്കാനാകാതെ പോലീസ്. ഹരികുമാർ പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരതയില്ലെന്നും കൊലപാതക കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്നും SP പറഞ്ഞു. കുഞ്ഞിനെ കൊന്നത് ഉൾവിളി തോന്നിയതുകൊണ്ടെന്ന് ഹരികുമാർ മൊഴി നൽകി. കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നെന്നും വിശദീകരണം. കൊലപാതകം നടന്ന കോട്ടുകൽ കോണത്ത് വീട്ടിലെത്തിച്ച പ്രതിയുടെ തെളിവെടുപ്പ് നടത്തി. വിരലടയാള തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് പ്രതിയെ കൊണ്ടുവന്നതെന്ന് പോലീസ് അറിയിച്ചു. പ്രതി അല്പസമയത്തിനകം JFCM കോടതിയിൽ ഹാജരാക്കും. സ്വാതന സാജു വിവരങ്ങൾ നൽകും. സ്വാതന, മെഡിക്കൽ പരിശോധന പൂർത്തിയായോ? കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണോ? ഈ ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ പ്രതിയായ ഹരികുമാറിനെ അല്പസമയം മുമ്പാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിനുശേഷം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. നേരത്തെ പോലീസ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്കാണ് വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ തന്നെ പ്രതിയെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി പ്രതിയുടെ വിരലടയാള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രതിയെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയായിരുന്നു ഈ പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തി വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം വീണ്ടും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഇപ്പോൾ വീണ്ടും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ പോയി ചില പേപ്പറുകളിലേക്ക് ഒപ്പിടാനുണ്ട് എന്നാണ് നമ്മളിപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരപ്രകാരം മനസ്സിലാകുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മുന്നിലായിരിക്കും ഇയാളെ ഹാജരാക്കുക. കാരണം ഇപ്പോൾ കോടതിയുടെ ഒരു ഓപ്പൺ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജിയുടെ വസതിയിലായിരിക്കും ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഓരോന്നായി ഇപ്പോൾ പോലീസ് പൂർത്തിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. വിദ്യ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെയും കൃത്യമായി നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ദുരൂഹത ഇപ്പോഴും നീങ്ങുന്നില്ല. ഇന്നലെ രാവിലെ മുതൽക്ക് തന്നെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഈ വീടിന് മുമ്പിലുണ്ട്. പോലീസ് ആണെങ്കിൽ പോലും ഇത് ഒരു പഴുതടച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ അന്വേഷിക്കുമ്പോഴും പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമ്പോഴും എന്തിനീ കുറ്റകൃത്യം ചെയ്തു എന്ന് പോലീസിന് പറയാൻ കഴിയാത്ത അപൂർവമായ ഒരു പ്രശ്നം ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മണിക്കൂറുകൾ ഇത്രയും കഴിയുകയാണ്. ഇന്നലെ രാവിലെ തന്നെ ഇവരെയൊക്കെ തന്നെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ്. ഏതാണ്ട് രാവിലെ ഒരു 8 മണി മുതൽക്ക് തന്നെ ഈ ഹരികുമാറിന്റെ സഹോദരിയായ ശ്രീതവും അതുപോലെ തന്നെ ഇവരുടെ അമ്മയും ഒക്കെ തന്നെയും പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആളുകളാണ്. രാവിലെ മുതൽക്ക് തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ പല രീതിയിൽ ഇവരോട് ചോദ്യം ചെയ്തതിനൊടുവിലാണ് ഈ ഹരികുമാർ താനാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം പോലീസിനോട് വ്യക്തമാക്കിയത്. പക്ഷെ അപ്പോൾ മുതൽക്ക് തന്നെ ഇയാളാണ് പ്രതി എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ പോലും ഇതിന്റെ മോട്ടീവ് എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നം പോലീസിന് മുൻപിലുണ്ട്. പല സമയത്തും ഇയാൾ പല കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ സഹോദരിയോടുള്ള ചില ദേഷ്യത്തിന്റെ പുറത്താണ് താനത് ചെയ്തതെന്ന് പറഞ്ഞു. രാവിലെ സഹോദരി പറയുന്നു കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു, മാനസിക പ്രശ്നമുള്ള ഒരാളായിരുന്നു എന്ന് ഇയാളുടെ കുടുംബം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഇയാൾ പോലീസിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാൾക്ക് കൊല്ലണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് കൊന്നു. അങ്ങനെ വിചിത്രമായ പല വാദങ്ങളും ഇയാൾ പോലീസിന് മുൻപിൽ വെക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എന്താ പറയുക, അവർക്ക് വലിയൊരു ബാലരാമപുരം കൊലപാതകത്തിൽ ദുരൂഹതകൾ ഇപ്പോഴും നീങ്ങുന്നില്ല. ഇപ്പോൾ പ്രതി ഹരികുമാറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. സ്വാതന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.